ഹേയ് ഓൾ, വെൽക്കം ബാക്ക്. പ്രേക്ഷകർ ആഗ്രഹിച്ച മുഹൂർത്തം അടുത്തിരിക്കുന്നു. ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ കയറി എന്നുള്ള വാർത്തയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നോ നാളെയായി ബിഗ് ബോസിനുള്ളിൽ മറ്റു കണ്ടസ്റ്റൻറ്റിനോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും. കുറേ ദിവസങ്ങൾക്ക് ശേഷം ജാസ്മിനും ഗബ്രിയും കണ്ടുമുട്ടുന്ന ആ ഒരു കാഴ്ച കാണാൻ പ്രേക്ഷകർ ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുകയാണ്. ഗബ്രി പുറത്തു പോയതിനു ശേഷം പല കാര്യങ്ങളും അറിഞ്ഞും പല കാര്യങ്ങൾ മനസ്സിലാക്കിയും പലരിൽ നിന്നും പല ഉപദേശങ്ങൾ കേട്ടും ജാസ്മിൻ്റെ ഉപ്പ വരെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗബ്രി എങ്ങനെയായിരിക്കും ജാസ്മിനോട് ബിഹേവ് ചെയ്യുക, പഴയതുപോലെ തന്നെ ആകുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കുമുണ്ട്. ജാസ്മിൻ്റെ ഉള്ളിൽ ഗബ്രിയോടുള്ള ഇഷ്ടം ഇന്നും പ്രകടനമാണ്. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ ലാലേട്ടൻ വിലമതിക്കാൻ പറ്റാത്ത മുത്ത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ പേരാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു രാത്രി ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പേരെഴുതി സ്റ്റാറൊക്കെ വരച്ച് നെയിൽസ് പോളിഷ് കൊണ്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയോടുകൂടി സൂക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജാസ്മിൻ്റെ മനസ്സിൽ ഗബ്രിക്കുള്ള സ്ഥാനം എത്രയാണെന്നും അത് എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് എനിക്ക് ഈ ഒരു ഇത് തോന്നിയിട്ടുള്ളത്. അത് ഫ്രണ്ട്സ് ആയാലും കാമുകനായാലും ബ്രദറായാലും ജാസ്മിൻ്റെ മനസ്സിൽ അതൊരു ആഴത്തിലുള്ള ഒരു എഫക്റ്റ് തന്നെയാണ്. ഇനി നമുക്കറിയേണ്ടത് ഗബ്രി ജാസ്മിനോടുള്ള പ്രതികരണം എന്തെന്നുള്ളതാണ്. കാരണം ഗബ്രി നാട്ടിലൊക്കെ പോയി പല കാര്യങ്ങളും അറിഞ്ഞ് പല കാര്യങ്ങളും മനസ്സിലാക്കി, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ ഉപ്പയൊക്കെ വിളിച്ചതിന് ശേഷമുള്ള ഗബ്രിയുടെ മനസ്സെന്താണ്, ജാസ്മിനോടുള്ള പെരുമാറ്റം എന്താണ് എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഏതായാലും ഗെയ്സ്, നമ്മൾക്ക് കാത്തിരുന്ന് കാണാം.